ഈ ഒരു 3 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളയണം. അപ്പോൾ കഴുകി ഇതൊന്ന് പിഴിഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ കുഴഞ്ഞല്ലേ ഇരുന്നത്, ഇപ്പോൾ കഴുകിയെടുത്തപ്പോൾ നല്ല ഉതിർന്ന് വീഴുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു വലിയൊരു സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 3 ബ്രെഡിൻ്റെ പീസസ്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോഴേക്കും കഴുകി മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. കുക്കായ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുത്തത്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ക്രംസ് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പറിലാണ് ഈ ഒരു പൊട്ടറ്റോയുടെ മിക്സ് ഫില്ല് ചെയ്ത് ഷേപ്പാക്കി എടുത്ത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സ്നാക്ക് വറുത്തെടുക്കേണ്ടത്. 2 സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറാവുമ്പോഴേക്കും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ പൊട്ടറ്റോ കൊണ്ടുള്ള ഈ ഒരു സ്നാക്കെല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. അകത്ത് അങ്ങനെ എണ്ണയൊന്നും അധികം പിടിച്ചിട്ടില്ല. കണ്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊട്ടറ്റോ കൊണ്ടുള്ള ഈ ഒരു സ്നാക്സ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ മോളാണെങ്കിൽ മണത്തൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കഴിച്ചു നോക്കണേ. ആദ്യം കട്ട്ലറ്റ് ആണോ എന്ന് ഇങ്ങനെ ചോദിച്ചു. പക്ഷേ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റൊന്നും അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സ്നാക്സിന്. എങ്ങനെ ടേസ്റ്റ് കൊള്ളാമോ? ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മക്കൾ 2 സോസ് കൂട്ടിയും ഇത് കഴിച്ചു. അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ബൈ.